നമസ്കാരം. ഞാൻ പവിത്രൻ, കോഴിക്കോട് ജില്ലയിൽ പുറമേരി സ്വദേശിയാണ്. ഇന്ന് എല്ലാ വ്യാഴാഴ്ചകളും നടക്കുന്ന ഒരു പുസ്തകത്തിന്, വളരെ പ്രശസ്തമായ പുസ്തകങ്ങൾ അവലോകനം ചെയ്യുന്ന ഒരു സൂം മീറ്റിംഗിലേക്കാണ് നിങ്ങളൊക്കെ എത്തിച്ചേർന്നിരിക്കുന്നത്. എല്ലാവരെയും ഈ ഒരു സൂം പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുക. ഇന്ന് നമ്മളുമായിട്ട് സംവദിക്കുന്നത് പയ്യന്നൂർ കുറുമാത്തൂർ സ്കൂളിലെ പ്രധാനാധ്യാപകനും മെന്ററും ട്രെയിനറുമായ ന്യൂറോ സയൻസിൽ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുമായ രമേശൻ മാസ്റ്ററാണ്. ഇന്ന് അവലോകനം ചെയ്യുന്ന ഒരു പുസ്തകം തിങ്ക് ഗ്രോ റിച്ച്, നെപ്പോളിയൻ ഹില്ലിന്റെ വളരെ പ്രശസ്തമായ ഒരു പുസ്തകമാണ്. നിങ്ങളെ ഉണർത്താൻ എങ്ങനെയൊക്കെ സാധിക്കും എന്നുള്ള വളരെ പ്രശസ്തമായ ഒരു പുസ്തകം, ലോകത്ത് മില്യൺ കണക്കിന് വിറ്റഴിക്കപ്പെട്ട ഒരു പുസ്തകമാണ്. ഒരുപാട് പേര് ഇന്ന് വായനാശീലം ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ സൗകര്യങ്ങളുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വായനയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നൊരു മഹത്തായ കർത്തവ്യം ഏറ്റെടുത്തുകൊണ്ട് രമേശ് മാഷ് കുറച്ച് സമയം നിങ്ങളുമായി സംവദിക്കും തിങ്ക് ഗ്രോ റിച്ച് എന്ന പുസ്തകത്തെ കുറിച്ച്. പവിത്രൻ, അതോടൊപ്പം തന്നെ ഈ വ്യാഴാഴ്ചകൾ നമ്മൾ തുടർച്ചയായിട്ട് 4-5 കുറച്ച് ആഴ്ചകളായി, എണ്ണിയിട്ടില്ല. ഇത്രയും ആഴ്ചകളിലോ എല്ലാ വ്യാഴാഴ്ചയും മോട്ടിവേഷൻ രംഗത്തുള്ള അതുല്യ പ്രതിഭകൾ എഴുതിയ പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ പ്രഭാഷണ പരമ്പരയിലേക്ക് സ്വാഗതം. ഒരുപക്ഷെ നമ്മള് കുറച്ച് കാലങ്ങളായി സംസാരിച്ചുകൊണ്ടിരുന്ന പുസ്തകം ദ മാജിക് ഓഫ് തിങ്കിങ് ബിഗ് എന്ന് പറയുന്ന ഡാഷ് വാട്സിന്റെ പുസ്തകമാണ്. ഒട്ടേറെ പേർ അത് വായിച്ചിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇതൊരു പുസ്തകം പരിചയപ്പെടുത്തുക, അതോടൊപ്പം തന്നെ അതിന്റെ ഇപ്പോഴത്തെ പ്രസക്തിയൊക്കെ സംസാരിക്കുന്ന ഒരു പ്രഭാഷണം. അല്ലാണ്ട് ആ പുസ്തകം അതുപോലെ പറഞ്ഞു തരല്ല. അതുകൊണ്ട് നിങ്ങൾ ആ പുസ്തകം വാങ്ങുകയും നിങ്ങളത് വായിക്കുകയും ചെയ്യണം. അതിന് മലയാളമൊക്കെ അവൈലബിൾ ആണ്. അത് വായിച്ച് നമ്മൾ ഉൾക്കൊള്ളുന്നതിനുള്ള ഒരു പ്രചോദനം നൽകുക മാത്രമാണ് ഈ പ്രഭാഷണ പരമ്പരയുടെ ലക്ഷ്യം. എന്താണ് നമ്മൾ ഈ ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ വായിക്കേണ്ട ആവശ്യം എന്നതാണ് ആദ്യത്തെ ചോദ്യം. ഒരു വ്യക്തിയുടെ സമഗ്രമായ പുരോഗതിക്ക് ഒരു ചെറിയ സൂത്രവാക്യമേ ഉള്ളൂ. അവനവന്റെ തലച്ചോറിനെ അവനവന്റെ ലക്ഷ്യത്തിലേക്ക് തിരിച്ചുവിടുക. പറയാൻ എന്തെളുപ്പം, പക്ഷെ പ്രവർത്തന പദ്ധതിയിലെത്തുമ്പോൾ അതേറെ നമ്മുടെ ബുദ്ധിമുട്ടുണ്ടാക്കും. ഈ ഘട്ടത്തിൽ നമ്മളെ പ്രചോദിപ്പിക്കുന്ന പുസ്തകങ്ങൾക്ക് ഒരു പരിധിവരെ മാത്രമേ സ്വാധീനമുള്ളൂ. ആ പുസ്തകം വായിച്ച് ആ പുസ്തകത്തിന്റെ ആശയം ഉൾക്കൊണ്ട് ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും അത് പ്രാവർത്തികമാക്കുമ്പോഴാണ് നമ്മളൊക്കെ വിജയിക്കുന്നത്. ഇന്ന് ഈ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന പുസ്തകത്തെ കുറിച്ച് ഞാൻ ഇന്നൊരു പൊതു അവലോകനമാണ് ചെയ്യുക. അടുത്ത ആഴ്ച മുതലാണത് ഓരോ ചാപ്റ്റർ വൈസ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനുമുമ്പ് ഈ പുസ്തകത്തിന്റെ പ്രസക്തി മനസ്സിലാക്കാൻ ഞാൻ ഒരു അനുഭവ കഥ പറയാം. ഒരു മനുഷ്യന്റെ അനുഭവ കഥ. ഇത് അമേരിക്കയിലാണ്. വിദ്യാഭ്യാസം വളരെ കുറവ്. ആകെ അദ്ദേഹത്തിന് അറിയാവുന്നൊരു തൊഴിൽ ഗ്ലാസ് പഠിക്കുക, അല്ലെങ്കിൽ ഗ്ലാസ് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹം ഒരു ഹോട്ടലിന്റെ പിന്നാമ്പുറത്ത് എല്ലാവരുടെയും ഗ്ലാസുകളൊക്കെ കഴുകി കിട്ടാവുന്ന കൂലിയും വാങ്ങിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. 10-25 വയസ്സുണ്ട്. അസ്വസ്ഥനാണ് ജീവിതത്തിൽ. കുറെ സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. ആരോട് പറയാൻ? വിദ്യാഭ്യാസം ഇല്ല, ജോലി ചെയ്യാൻ വേറൊന്നും അറിയില്ല. ആയിടെ ആ ഹോട്ടലിൽ ഒട്ടേറെ ട്രെയിനിങ് പ്രോഗ്രാമുകൾ നടക്കാറുണ്ടായി. ആ ട്രെയിനിങ് പ്രോഗ്രാമുകൾ അവിടെ അവർ ഭക്ഷണം അടക്കമുള്ള ഒരു പാക്കേജ് ആയതുകൊണ്ട് ആ ഹോട്ടലിൽ തന്നെയാണ് ഭക്ഷണം. അന്ന് ആ ഭക്ഷണം സപ്ലൈ ചെയ്യുന്ന ആ ആളില്ലാത്തപ്പോ മുതലാളി പറഞ്ഞു, നീ പോയി ആ ഭക്ഷണം വിളമ്പും. ആദ്യത്തെ അനുഭവം. അതേ ആ വലിയ ഹാളിൽ കോട്ടും ടൈയും ഇട്ട ഒട്ടനവധി പേരിയ്ക്കുന്നു. കോട്ടും ടൈയും ഇട്ട മറ്റൊരു മനുഷ്യൻ അവിടെ ഒരു ക്ലാസ് എടുക്കുന്നു. ഏറ്റവും പിറകിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ഈ 25 വയസ്സുകാരൻ. അതേ വലിയ വലിയ കാര്യങ്ങൾ പറയുമ്പോൾ
അത് തന്റെ ജീവിതവുമായി ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കി. തന്റെ ദാരിദ്ര്യത്തിൽ നിന്ന് താനും ഒരിക്കൽ രക്ഷപ്പെടും. അതായിരുന്നു ആ മനുഷ്യന്റെ ചിന്ത. ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞു, ട്രെയിനിങ് കഴിഞ്ഞു, എല്ലാവരും പോയി. ട്രെയിനർ അവിടെ ഉണ്ട്. കാരണം ഇവരെ അവസാനം പോകാൻ പറ്റും, ഗ്ലാസ് ഒക്കെ ക്ലീൻ ചെയ്തിട്ടേ പോകാൻ പറ്റും. അപ്പൊ ചോദിച്ചു, സാർ എനിക്കും രക്ഷപ്പെടാൻ പറ്റും? ട്രെയിനർ വളരെ അത്ഭുതത്തോടെ ഈ ചെറുപ്പക്കാരന്റെ കണ്ണുകളിലേക്ക് നോക്കി. എന്നിട്ട് പറഞ്ഞു, പറ്റും. അതിന് ഞാൻ എന്താണ് സർ ചെയ്യേണ്ടത്? നിനക്ക് ഞാൻ ചില വഴികൾ പറഞ്ഞുതരാം. അന്ന് ആ മനുഷ്യനെ തന്റെ ഗുരുവായി സ്വീകരിക്കുന്നു. അദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തെ കാണുന്നു, ഹോട്ടലിൽ തൊഴിൽ തുടരുന്നു. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഞാൻ നിനക്കൊരു പുസ്തകം തരാം. ആ പുസ്തകത്തിന്റെ പേര് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. നീ ഇത് എല്ലാ ദിവസവും വായിക്കണം. തന്റെ ഗുരു പറയുന്നത് കേട്ടാൽ പിന്നെ മറ്റൊന്നും ചിന്തിക്കാനില്ല. ഈ പുസ്തകം ആ മനുഷ്യൻ വായിക്കാൻ തുടങ്ങി. പിന്നീട് ചരിത്രം മാറ്റിയൊരു കഥ ഞാൻ പറയാം. 200ഓളം രാജ്യങ്ങളിൽ ട്രെയിനിങ് അക്കാഡമികൾ സ്ഥാപിച്ച് ലക്ഷക്കണക്കിന് എന്ന് പറയാൻ പറ്റില്ല, കോടിക്കണക്കിന് ആൾക്കാർ ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഓർഗനൈസേഷൻ, അദ്ദേഹം ജീവനോടെ ഇല്ല, പ്രചോദിതരാക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാമുകളിലൂടെ ലോകം മാറ്റിമറിച്ച ബോബ് പ്രോക്ടർ എന്ന അതുല്യ പ്രതിഭയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഒരു സാധാരണക്കാരിൽ നിന്ന് താൻ ഇങ്ങനെ ആവാൻ കാരണം ഈ പുസ്തകമാണെന്നല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം മരിക്കുന്നതുവരെ ഈ പുസ്തകം വായിച്ചുകൊണ്ടിരുന്നു. 62 വർഷം തുടർച്ചയായ ഒരു പുസ്തകം. 62 വർഷം അങ്ങനെ തുടർച്ചയായ ഒരു പുസ്തകം വായിച്ച ആ മനുഷ്യൻ പറയുന്നു, പ്രിയപ്പെട്ടവരെ, ഈ പുസ്തകം ഒരിക്കലെങ്കിലും വായിക്കും. എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, പലരുടെയും വീട്ടിൽ ഈ പുസ്തകം ഇപ്പോഴുണ്ടാവും. ഈ പുസ്തകം വായിക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടാവും, പക്ഷെ നിങ്ങൾക്കത് പൂർത്തീകരിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതിനുള്ളൊരു എളുപ്പ വഴി എന്നൊന്നും അല്ലെങ്കിലും മാജിക് ഓഫ് തിങ്കിങ് നമ്മൾ വായിച്ചു കഴിഞ്ഞു, ഏതാണ്ട് ആശയങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ വന്നു. പക്ഷേ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് കുറച്ചും കൂടെ ഡീപ്പറാണ്. അതുകൊണ്ടാണ് രണ്ടാമത് ആ പുസ്തകം ഞാൻ എടുത്തത്. ഏതാണ്ട് 5ഓളം പുസ്തകങ്ങൾ ഈ പൈപ്പ് ലൈൻ സീരീസിൽ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെപ്പോളിയൻ ഹിൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ 500ഓളം ആൾക്കാരെ 20 മുതൽ 25 വർഷം വരെ പഠിച്ചിട്ട് ആ പഠിച്ചിട്ടുള്ള ആൾക്കാരുടെ ആ ജീവിതത്തിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഈ പുസ്തകം എഴുതിയത്. നിങ്ങൾ അതിന്റെ പേര് തന്നെ നോക്കൂ, തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. ചിന്തിക്കൂ, നിങ്ങൾ സമ്പന്നനാകും. അവിടെ തന്നെ നെപ്പോളിയൻ ഹിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, സമ്പത്ത് എന്ന് പറഞ്ഞാൽ പണം മാത്രമല്ല പ്രിയപ്പെട്ടവരെ, സമഗ്രമായ പുരോഗതിയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്ന റിച്ച്നെസ് എന്ന് പറയാം. ഒരു കാര്യം എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും, നിങ്ങൾ ഈ പറയുന്ന പുസ്തകത്തിലെ തത്വങ്ങൾ ജീവിതത്തിൽ, ഇത് മിക്കവാറും മാജിക് ഓഫ് തിങ്കിങ് ഒക്കെ കണക്ട് ചെയ്ത് വരും കേട്ടോ. കാരണം തലച്ചോറിനെ കുറിച്ചും തോട്ട്സിനെ കുറിച്ചുള്ള പുസ്തകങ്ങളൊക്കെ പല ആശയങ്ങളും ഒരേപോലെ കേട്ടേക്കാം. നിങ്ങൾക്ക് തോന്നാം ഞാനിത് കേട്ടതല്ലേ, ആയിരിക്കാം. പക്ഷെ ഒന്നുകൂടി കേൾക്കൂ പ്രിയപ്പെട്ടവരെ. എന്നിട്ട് ഒരു ദിവസം ഇന്ന് ഒരു കാര്യം മനസ്സിലാക്കും, എന്നിട്ട് ശാന്തമായിരിക്കും. അത് തന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ എന്താണ് തടസ്സം എന്ന് ചിന്തിക്കും. ഇന്ന് എനിക്കൊരു അനുഭവം ഉണ്ടായി. എന്നെ കാണാൻ എൻ്റെ സ്കൂളിലേക്ക് ഒരു ദമ്പതികൾ വന്നു, ഒരു ഭർത്താവും ഭാര്യ. ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഇല്ലാത്ത ആരും എന്നെ കാണാൻ വരാറില്ല. അവരെ മാത്രമേ ഞാൻ സ്വീകരിക്കാറുള്ളൂ. അവരോട് ഞാൻ വൈകുന്നേരം, സ്കൂളിൽ നിന്ന് എല്ലാവരും പോയി, ഒരു 4:45-5 മണിക്കാണ് ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയത്. ശാന്തമായ അന്തരീക്ഷം, കറണ്ടില്ല ആ സമയത്ത്, പിന്നെ കറണ്ട് വന്നു കേട്ടോ. ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവരുടെ കണ്ണുകളിൽ ശ്രദ്ധിച്ചു. ജീവിതത്തിൽ വളർന്ന് ഉയർന്ന നിലയിൽ ജീവിച്ച് പെട്ടെന്നെല്ലാം നഷ്ടപ്പെട്ടു, ഇനി ഒരു വഴിയില്ലാതെ എന്ത് ചെയ്യുമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എൻ്റെ മുമ്പിൽ വന്ന കുടുംബം. ഞാൻ അവരോടൊരു 3/4 മണിക്കൂറോളം സംസാരിച്ചു. ഞാൻ സംസാരിച്ചത് മുഴുവൻ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന പുസ്തകത്തിന്റെ തത്വശാസ്ത്രമായിരുന്നു. ആ പേര് ഞാൻ അവരോട് പറഞ്ഞില്ല. അവരോട് ഞാനൊന്ന് ചിന്തകളെ മാറ്റാൻ പറഞ്ഞു. അവരുടെ പ്രതിസന്ധികളെ, അല്ലെങ്കിൽ അവർ കരുതുന്ന പ്രാരബ്ധങ്ങളെ അവരുടെ വിജയത്തിന്റെ ചവിട്ടുപടികളാക്കാൻ പറഞ്ഞു. അവർ സന്തോഷിച്ചാണ് പോയെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നീട് ഞാൻ സംസാരിച്ചിട്ടില്ല. പക്ഷേ വിജയത്തിന്റെ ഒരു സ്പാർക്ക് അവർക്ക് ഉണ്ടായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ ലക്ഷക്കണക്കിന് ആൾക്കാരെ മാറ്റിയൊരു പുസ്തകം. അപ്പോൾ അത് എഴുതിയ നെപ്പോളിയൻ ഹില്ലിനെ നമ്മൾ എത്ര നമസ്കരിച്ചാലാണ് മതിയാവുക?
പക്ഷെ നമ്മുടെ പാഠ്യപദ്ധതിയിൽ എന്തുകൊണ്ട് ഇത് വരുന്നില്ല എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. നിങ്ങൾ ഇതുവരെ പഠിച്ച ഒരൊറ്റ പുസ്തകത്തിൽ നെപ്പോളിയൻ ഹിൽ എന്നൊരു വാക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല. നിങ്ങൾ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന പുസ്തകത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടാവില്ല. പക്ഷെ എനിക്കറിയാം നമ്മുടെ സിലബസിൽ ഒരു മണിക്കൂറിൽ എങ്കിലും ആകെപ്പെട്ട് 10 മണിക്കൂറെങ്കിലും ഒരു വർഷത്തിൽ ഇത് പുസ്തകം പഠിപ്പിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. അതുകൊണ്ടാണ് ഇതൊരു ഗ്ലോബൽ സ്കൂൾ കൺസെപ്റ്റിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വീട്ടിലിരുന്ന് പഠിക്കും. വളരെ വൈകാതെ ഞാൻ ഔദ്യോഗിക ജോലിയിൽ നിന്ന് മാറും. അപ്പോൾ പൂർണ്ണമായും ഈ സ്കൂൾ സിസ്റ്റത്തിലേക്ക് മാത്രം വരും. അവിടെ നമ്മൾ കുട്ടികളെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് പഠിപ്പിക്കും. അത്രയും പൊട്ടൻഷ്യൽ ഉള്ള നമ്മളെ വിദ്യാർത്ഥികൾ ജീവിത പ്രതിസന്ധികളിൽ തളർന്നു പോകുന്ന ഒരു ദുഃഖസത്യം മനസ്സിലാക്കുന്നതിനപ്പുറം നമുക്ക് അവരെ പ്രചോദിതരാക്കാൻ ഇത്തരം പ്രഭാഷണങ്ങൾക്കും ഇത്തരം പുസ്തകങ്ങൾക്കും സാധിക്കട്ടെ എന്ന ഒരു പ്രതീക്ഷയോടെ നമുക്ക് തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിലേക്ക് പോകാം. ഈ പുസ്തകം ഞാൻ പറഞ്ഞ 1937 എഴുതുന്നത്. അതിനു മുമ്പ് നിങ്ങൾ മറ്റൊരു പുസ്തകം കാണിക്കാം. അത് നിങ്ങളുടെ കയ്യിലാരം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ആ പുസ്തകത്തിന്റെ പേര് ദ ലോ ഓഫ് സക്സസ് എന്നാണ്. അവിടെ കാണുമെന്ന് അറിയില്ല. ദ ലോ ഓഫ് സക്സസ് ഏതാണ്ട് എനിക്ക് തോന്നുന്നത് ഒരു 900 പേജുകളുള്ള ഒരു പുസ്തകമാണ്. ഇത്ര വലിയൊരു പുസ്തകത്തെയാണ് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്നൊരു കൊച്ചു പുസ്തകമായി മാറ്റിയത്. ഈ പുസ്തകത്തിന്റെ പേര് തന്നെ കംപ്ലീറ്റ് ആൻഡ് അൺബ്രിഡ്ജഡ്. ഇത് നമ്മൾ മുഴുവനായിട്ട് ചുരുക്കാതെ എഴുതിയിരുന്ന ഒരു പുസ്തകമാണ് ദ ലോ ഓഫ് സക്സസ്. അബ്രിഡ്ജഡ് അല്ല, അൺഅബ്രിഡ്ജഡ് ആണ് എന്ന് പറഞ്ഞാൽ മുഴുവനുണ്ട്. ഇതാണ് ഇതിന്റെ ഏറ്റവും മുഴുവൻ രൂപം. ഇതാണ് ആദ്യമായിട്ട് അത് എഴുതിയത്. നെപ്പോളിയൻ ഹില്ല് ഇത്രയും വലിയൊരു പുസ്തകമാണ് എഴുതിയത്. ഈ പുസ്തകത്തെ പിന്നീട് അദ്ദേഹം തന്നെ കൺസൈസ് ചെയ്തിട്ട് അബ്രിജേറ്റ് ചെയ്തൊരു സംഭവമാണ് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. ചാപ്റ്റേഴ്സിന്റെ പേരൊക്കെ മാറ്റിയിട്ടുണ്ട്. പക്ഷെ ഈ പുസ്തകത്തിന്റെ പേര് ദ ലോ ഓഫ് സക്സസ് എന്നാണ്. സക്സസിന്റെ വിജയങ്ങൾ അല്ലെങ്കിൽ നിയമങ്ങൾ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇത് വായിച്ചിട്ട് ഒരുപാട് ആൾക്കാർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. വുഡ്രോ വിൽസൺ പറഞ്ഞു, അമേരിക്കൻ പ്രസിഡന്റ് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇത് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ആർക്കാണെന്ന് നോക്കാം. ഒന്ന് ആൻഡ്രി കാർണഗി. നമ്മൾ ഡെയിൽ കാർണഗിന്റെ പേര് കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ മുൻഗാമി ആൻഡ്രൂ കാർണഗി. ഹെൻറി ഫോർഡ്, നമ്മളെല്ലാവരും കേട്ട ഒരാളാണ് ഹെൻറി ഫോർഡ്. പിന്നെ മൂന്നാമതൊരാളുണ്ട്. ഈ പുസ്തകത്തിൽ അദ്ദേഹത്തെ കുറിച്ച് വിശദമായി പറയുന്നുണ്ട്, എഡ്വിൻ സി ബാർണസ്. വെറുതെ ഏതോ അകലങ്ങളിൽ ഇരുന്ന് പിന്നെ എഡിസന്റെ പാർട്ട്ണറാവണമെന്ന് ആഗ്രഹിച്ച് ഒരു പരിചയമില്ലാത്ത എഡിസണിനെ കാണാൻ പോയി അദ്ദേഹത്തിന്റെ അടുത്ത് അദ്ദേഹത്തിന്റെ പാർട്ട്ണറായി മാറിയ പ്രിയപ്പെട്ട എഡ്വിൻ സി ബാർണസ്. ഈ 3 പേർക്കാണ് നെപ്പോളിയൻ ഹിൽ ഈ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത്. ഇദ്ദേഹം പഠിച്ച ആൾക്കാർ, അത് ഞാൻ പറഞ്ഞു, അദ്ദേഹം 500ഓളം ആൾക്കാരെ പഠിച്ചിട്ടാണ് ഈ പുസ്തകം എഴുതിയത്. അതിൽ ചില ആൾക്കാരുടെ പേര് ഞാൻ നിങ്ങളോട് പറയാം. ഒന്ന് ഹെൻറി ഫോർഡ്, തോമസ് ആൽവ എഡിസൺ, റോക്ക്ഫെല്ലർ, നമുക്കറിയാം ലോകത്ത് വളരെ പ്രശസ്തനായ റോക്ക്ഫെല്ലർ, ചാൾസ് എം ഷാബ്, വുഡ്രോ വിൽസൺ, ഇങ്ങനെ കുറേ ആൾക്കാരുടെ പേര്, എഡ്വാർഡ് ബോക്ക്, ചിലപ്പോൾ നമുക്ക് കേൾക്കാത്ത കുറെ പേരുകൾ, ഓ ഹെൻറി, ഇങ്ങനെ ഒരുപാട്. ഞാൻ എല്ലാവരും പേരൊന്നും പറയുന്നില്ല. ഈ ഇത്രയും വിപുലമായി സെലക്ട് ചെയ്ത ആൾക്കാരും അത് പുസ്തകത്തിൽ പോലും പറഞ്ഞിട്ടുണ്ട്. തിയോഡർ റൂസ്വെൽറ്റ്, ഒക്കെ നമുക്ക് കേട്ട പേരുകളായി. നമ്മൾ ഈസ്റ്റ്മാൻ കളർ എന്നൊക്കെ പണ്ട് നമ്മൾ പഠിച്ച ജോർജ് ഈസ്റ്റ്മാൻ, റോബർട്ട് ടൈലർ, ഞാൻ നേരത്തെ പറഞ്ഞ എഡ്വിൻ സി ബാർണസ്, ഇവരൊക്കെ ഇദ്ദേഹം പഠിച്ചു. അതിന് ചില കാരണങ്ങളൊക്കെ ഉണ്ടായിട്ട് അത് ഞാൻ ക്ലാസ് തുടങ്ങുമ്പോൾ പറയാം. എന്നിട്ട് അദ്ദേഹം ആ പഠിച്ച കാര്യങ്ങൾ, അതായത് 10-25 വർഷം എടുത്തിട്ട് പഠിച്ച കാര്യങ്ങളാണ്, അതൊക്കെ ഇദ്ദേഹം കുറിച്ചു. അങ്ങനെ കുറിച്ചു വെച്ചിട്ട് അതെല്ലാം ചേർത്ത് എഴുതിയൊരു പുസ്തകമാണ് ഈ പുസ്തകം, ദ ലോ ഓഫ് സക്സസ്. ഇതിനെക്കുറിച്ച് വളരെ പ്രശസ്തരായ ആൾക്കാർ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. അപ്പൊ അത് 1937 ഈ പുസ്തകം വരുന്നത്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം,
ഇതേ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ആ പുസ്തകം. വാട്ട് യു വാണ്ട് മോസ്റ്റ്? എന്താണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം? ഒന്ന് അവനവനെ ആലോചിച്ച് നോക്കിയാൽ. ഈസ് ഇറ്റ് മണി? പണമാണോ? ഫെയിം, പ്രശസ്തിയാണോ? പവർ, അധികാരമാണോ? കണ്ടെന്റ്മെന്റ്, സംതൃപ്തിയാണോ? പേഴ്സണാലിറ്റി ആണോ? അല്ലെങ്കിൽ വ്യക്തിത്വമാണോ? പീസ് ഓഫ് മൈൻഡ് ആണോ? അല്ലെങ്കിൽ മനസ്സിന്റെ സമാധാനമാണോ? അല്ല സന്തോഷമാണോ? ഹാപ്പിനെസ് ആണോ? നിങ്ങളോട് ചോദിക്കാം. കാരണം പ്രേക്ഷകൻ അത് തീരുമാനിക്കാം, അല്ല വായനക്കാരൻ അത് തീരുമാനിക്കാം. ഇവിടെ പ്രേക്ഷകൻ, അവിടെ വായനക്കാരൻ തീരുമാനിക്കാം. എനിക്ക് പണം വേണമെങ്കിൽ അങ്ങനെ, എനിക്ക് ഫെയിം വേണമെങ്കിൽ അങ്ങനെ. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത്? അല്ല എനിക്ക് സംതൃപ്തി മതി, അത് മതി. ഹാപ്പിനെസ് വേണോ? പീസ് ഓഫ് മൈൻഡ് വേണോ? എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഒരു 13 വഴികളുണ്ട്. 13 സ്റ്റെപ്സ്. ഏതാണ്ട് മാജിക് ഓഫ് തിങ്കിങ് യോജിക്കുന്നുണ്ടോ? ഈ 13 എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട നമ്പറാണ്. പലരും ഭയത്തോടെ കാണുന്ന ഒരു നമ്പറാണ് 13. The 13 steps to riches described in this book. അതായത് ഒരുപാട് തത്വശാസ്ത്രം പറയാൻ എളുപ്പമാണ്, പക്ഷെ ആ തത്വശാസ്ത്രങ്ങളെല്ലാം പ്രായോഗികവൽക്കരിക്കലാണ് നമുക്ക് ബുദ്ധിമുട്ട്. അതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഈ പുസ്തകം വായിച്ചത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അദ്ദേഹം പറയുന്നത് കണ്ട്, the book was not written to entertain. നിങ്ങൾ ആസ്വദിപ്പിക്കാനല്ല സുഹൃത്തുക്കളെ പുസ്തകം. ഇന്ന് ജനങ്ങൾക്ക് എന്താ വേണ്ടത്? ആസ്വാദനത്തിന്റെ ഒരു തലമാണ് നമുക്ക് ഇന്ന് വേണ്ടത്. നമ്മൾ ബിഗ് ബോസ് ഒക്കെ കാണുന്നത് അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല, അല്ലെ എന്തെങ്കിലും ആസ്വദിക്കലാണ് നമ്മൾ. നിങ്ങൾ ഈ ഇരിക്കുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, 154ഓളം പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ഞാനടക്കം, നിങ്ങളിത് ആസ്വാദനത്തിന് വേണ്ട ഇരിക്കേണ്ട ഒരു പ്രോഗ്രാം അല്ലേ? അങ്ങനത്തെ ഒരു പുസ്തകവുമല്ല ഞാൻ പറയുന്നത്. ഒരു നോവൽ വായിക്കുന്ന ഒരു ലാളിത്യത്തോടെ അല്ലെ ഗൗരവവും ഇല്ലായ്മയോടെ അല്ല ഇത് വായിക്കേണ്ടത്. അത് എഴുതി വെച്ചിരിക്കുന്നു, ദിസ് ബുക്ക് ഈസ് നോട്ട് ഫോർ എന്റർടൈൻമെന്റ്. ആസ്വാദനത്തിനപ്പുറം അതിജീവനത്തിന്റെ കഥയാണിത്. അതിജീവനത്തിന്റെ കഥയല്ല, അതിജീവനത്തിന്റെ വഴികളാണ്. 13 വഴികൾ. നമ്മളും വരുന്ന ആഴ്ചകളിൽ ആ വഴികളിലൂടെ കടന്നു പോകും. ഒരാഴ്ചയിൽ ഒരധ്യായമോ 1-2 അധ്യായം ഞാൻ പറയൂ. അത് കേട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. കേട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. മടുപ്പ് തോന്നാം, താല്പര്യക്കുറവുണ്ടാകാം, ഉറക്കം വരാം, പക്ഷേ ഉണർന്നിരുന്നേ പറ്റും. നമുക്ക് അതിന് മറ്റു കാര്യങ്ങളിലേക്ക് പോകാം. അപ്പൊ പറഞ്ഞു, ഇത് എന്റർടൈൻമെന്റിന്റെ പുസ്തകമല്ല. – 25 വർഷം എടുത്തു ഈ പുസ്തകം ഉണ്ടാക്കാൻ. അതായത് ലോ ഓഫ് സക്സസ് ഫിലോസഫി. ലോകത്ത് ഏതൊക്കെ മേഖലയിലെ ആൾക്കാർ ഈ പുസ്തകത്തെ കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട്? ഫിനാൻസ്, സാമ്പത്തിക രംഗത്തുള്ള ശാസ്ത്രജ്ഞന്മാർ, എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസ വിചക്ഷണന്മാർ, പൊളിറ്റിക്സ്, രാഷ്ട്രീയ നേതാക്കന്മാർ, ഒപ്പം തന്നെ ഗവൺമെന്റ്, പല ഗവൺമെന്റ് ഇതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ പലരും കത്തുകൾ അയച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന്. അതിൽ ഒരു പഴയ അമേരിക്കൻ പ്രസിഡന്റ് എഴുതിയത് ഞാനൊന്ന് ചെറുങ്ങനെ നമുക്ക് ഈ പുസ്തകത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വായിക്കാം. അദ്ദേഹത്തിന് അയച്ചൊരു കത്താണല്ലോ. ഡിയർ മിസ്റ്റർ ഹിൽ, എന്റെ പ്രിയപ്പെട്ട ഹിൽ, I have now had an opportunity to finish reading your Law of Success textbooks. അന്ന് ഈ പുസ്തകത്തിന് മറ്റു പേരാണോ? എനിക്കൊരു അവസരം കിട്ടി അങ്ങയുടെ പുസ്തകം വായിക്കാൻ, Law of Success. And I wish to express my appreciation of the splendid work. ആ മനോഹരമായ നിങ്ങളുടെ എഴുത്തുണ്ടല്ലോ, അത് ഞാൻ അഭിനന്ദിക്കട്ടെ. You have done in the organization of this philosophy. അങ്ങയുടെ ഈ പുതിയ തത്വശാസ്ത്രത്തെ, വിജയത്തിന്റെ താക്കോലുകൾ തുറന്നു തരുന്ന ഈ തത്വശാസ്ത്രത്തെ ഞാൻ അഭിനന്ദിക്കട്ടെ. It would be helpful if every politician in the country would assimilate and apply the 17 principles. അത് പിന്നീട് ചുരുക്കി 17 principles upon which your lessons are based. ഈ ജീവിത വിജയത്തിന്റെ 17 വഴികൾ, സ്റ്റെപ്പുകൾ
ഇവരെല്ലാം ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, it contains some very fine material which every leader in every walk of life should understand. എല്ലാ നേതൃത്വം വഹിക്കുന്ന ആൾക്കാരും, അതൊരു വീട്ടമ്മയാവട്ടെ, ഒരു പ്രധാനമന്ത്രിയാവട്ടെ, ഒരു സ്കൂൾ ഹെഡ് മാസ്റ്റർ ആവട്ടെ, ഇത് മനസ്സിലാക്കിയേ പറ്റൂ. I am happy to have had the privilege of rendering you some slight measures of help in the organization of the splendid course of common sense for philosophy. അദ്ദേഹം ഉണ്ടാക്കുന്ന ഒരു വാക്കാണ് കേട്ടോ, കോമൺ സെൻസ് ഫിലോസഫി. സാധാരണക്കാരൻ്റെ ഒരു ബോധമുണ്ടല്ലോ, ആ തത്വശാസ്ത്രം ഉണ്ടാക്കാൻ അങ്ങയുടെ പുസ്തകം ഏറെ സഹായിക്കുന്നു. എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനെ പോലും അസാധാരണക്കാരനാവാൻ പറ്റുന്ന ഒരു പുസ്തകം. ഒരു ഹോട്ടൽ ബോയ്, ഒരു ശതകോടീശ്വരനായതിന്റെ കഥ എല്ലാം ഈ പുസ്തകത്തിന്റെ പിന്നിലുണ്ട്. ഒരുപാട് കഥകളുണ്ട് ഇതില്. അതിലേക്ക് ഒന്നും നമ്മൾ പാഠത്തിലേക്ക് വരുന്ന സമയത്ത് നോക്കാം. ഇവിടെ പറയുന്നത്, this book conveys the experience of more than 500 men of great wealth. സമ്പത്ത് മാത്രമല്ല, അവർ സമ്പന്നന്മാരാണ്. 500 ആൾക്കാർ അവരെ പഠിച്ചു. with nothing to give in return for riches except, അവരുടെ ആകപ്പാട് അവർക്കുണ്ടായിരുന്നത് ജനിച്ചപ്പോൾ വെള്ളിക്കരണ്ടികളായിരുന്നില്ല. അവർക്ക് 3 കാര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന്, അവരുടെ ചിന്തകൾ, തോട്ട്സ്, അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ആശയങ്ങൾ, ഐഡിയാസ്. ഒന്നുകൂടെ ഞാൻ പറയാം, തോട്ട്സ്, ഐഡിയാസ്. അതിനുശേഷം ആൻഡ് ഓർഗനൈസ്ഡ് പ്ലാൻസ്, അതായത് സമയബന്ധിതമായി ചെയ്യുന്ന ഒരു പ്രവർത്തന പദ്ധതി. ഓർഗനൈസ്ഡ്, ആസൂത്രിത പദ്ധതി എന്ന് വേണമെങ്കിൽ മലയാളീകരിക്കാം. തോട്ട്സ്, ഐഡിയാസ് ആൻഡ് ഓർഗനൈസ്ഡ് പ്ലാൻസ്. ഈ 3 കൊണ്ടാണ് അവർ ലോകത്ത് വെൽത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ 3 തെറ്റായി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പരാധീനരാകുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി കീഴ്പ്പെടേണ്ടി വരുന്നത്, അല്ലെങ്കിൽ പരാജിതരാകുന്നത്, ജീവിതം വിട്ടുപോകേണ്ടി വരുന്നത്. എല്ലാം ഇവിടെ തുടങ്ങുന്നു. തോട്ട്സ്, ഐഡിയാസ് ആൻഡ് ഓർഗനൈസ്ഡ് പ്ലാൻസ്. അപ്പൊ ഈ 3 നമ്മുടെ ഏറ്റവും വലിയ വെൽത്ത് എന്നാണ് ഈ പുസ്തകത്തിൽ പൊതുവെ പറയുന്നത്. അതിന്റെ വഴികളൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. നമ്മൾ പണം ഉണ്ടാക്കേണ്ട ആഗ്രഹത്തിലുള്ളവരുണ്ടാവും ഇതില്. ഞാൻ നേരത്തെ പറഞ്ഞ പ്രശസ്തി ചെയ്തു ആവാം. അത് അമേരിക്കയുടെ പശ്ചാത്തലത്തിലാണ് ഈ പുസ്തകം വന്നതെങ്കിലും മിക്കവാറും ആൾക്കാർ അമേരിക്കക്കാരാണ് ഇതിൽ പഠിച്ചിരിക്കുന്നത്. എന്തൊക്കെയാ പറഞ്ഞത്? അപ്പൊ നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്താൻ പോയി നമ്മൾ ഇതിരിക്കുന്നത് നമ്മൾ പഠിക്കാനാണല്ലോ. ഈ ലക്ഷ്യത്തിലെത്താനുള്ള 2 കാര്യം ഈ പുസ്തകം പഠിപ്പിക്കുന്നത്: വാട്ട് ടു ഡു ആൻഡ് ഹൗ ടു ഡു. എന്താണ് ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് ചെയ്യേണ്ടത്. സിമ്പിൾ. വാട്ട് ടു ഡു ആൻഡ് ഹൗ ടു ഡു. നിങ്ങൾ അവിടെ പഠിക്കേണ്ടത്, ഇതിൽ പറയുന്നത്, നിങ്ങൾ ഏതിൽ ഈ 500 പേരും ലോകത്ത് അറിയപ്പെടാൻ കാരണം അവരൊക്കെ ഒന്ന് വിറ്റു. എന്താ വിറ്റെന്നറിയോ? they sell their personal services. അവരുടെ വ്യക്തിപരമായി അവർക്ക് സമൂഹത്തിന് എന്ത് കൊടുക്കാൻ പറ്റും, എന്ത് സേവനമാണ് കൊടുക്കേണ്ടത് എന്നവർ ചിന്തിച്ചപ്പോൾ അവരൊക്കെ സമ്പന്നരായി. ഒന്നുകൂടെ പറയാം, എന്തു സേവനമാണ് അവിടെ അവർ കൊടുക്കേണ്ടത് എന്നവർ ചിന്തിച്ചപ്പോൾ അവർ വിജയികളായി മാറി. അങ്ങനെ ഈ 500 പേരുടെ നിരീക്ഷണങ്ങൾ, അവരുടെ പഠിച്ച കാര്യങ്ങൾ നമ്മളിങ്ങനെ അതിനെ ക്രോഡീകരിച്ച് മനസ്സിലാക്കുകയാണ് ഈ പുസ്തകത്തിലൂടെ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഒരു മൂല്യത്തെ കുറിച്ച് ഒരു രസകരമായ കണക്ക് പറയുന്നുണ്ട്. ഏതാണ്ട് 25 വർഷം എടുത്തു എന്ന് ഞാൻ പറഞ്ഞു. തുടർച്ചയായ പ്രവർത്തനങ്ങള്, പ്രക്രിയകള്. അപ്പോ നമുക്ക് എത്ര രൂപ അതിന് കൊടുക്കാം? ഒരുപക്ഷെ $1 കോടി കൊടുക്കാം, $1,00,000 കോടി കൊടുക്കാം, അല്ലെങ്കിൽ ഒരു കണക്ക് പറയാത്തത്ര ഒരു പണത്തിനെ കുറിച്ചുള്ള ഒരാശയം നമുക്ക് എത്ര ഉത്തരം വരിക. നമുക്ക് എത്രയും അതിന് വാല്യൂ കൊടുക്കാൻ പറ്റും. അദ്ദേഹം പറയുന്ന ഒരു സെന്റൻസ് ആണ് എന്നെ അതിൽ വളരെ എക്സൈറ്റ് ചെയ്തു. ഒന്ന്, riches cannot always be measured in money. ആദ്യം മാറ്റേണ്ടത് അതാണ്. പണക്കാരനാണ് എല്ലാം നേടിയിരിക്കുന്നത്, അവനെയാണ് ഞാൻ മാതൃകയാക്കേണ്ടത് എന്ന് ചിന്തിക്കുന്നതിന് പകരം പണം അത്യാവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അതിനപ്പുറത്തേക്കുള്ള മാനുഷിക മൂല്യങ്ങളിലേക്ക് കൂടി മാറുമ്പോൾ മാത്രമേ, പ്രിയപ്പെട്ടവരെ, നമ്മൾ
ഗ്രോത്ത് നേടുന്നുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ വിജയിക്കുന്നുള്ളൂ, നമ്മൾ വളർച്ച ഉണ്ടാവുന്നുള്ളൂ. നമ്മൾ എവിടെയൊക്കെയോ തട്ടി നിൽക്കുകയാണ്, എവിടെയൊക്കെയോ തട്ടി നിൽക്കുകയാണ്. അത് മാറ്റണം. ഇതിനെ പ്രത്യേകിച്ച് പറയുന്നത് പണം മാത്രം നോക്കിയിട്ടുള്ളവർ പുസ്തകം വായിക്കേണ്ടതാണ് അത് പറയുന്നത്. പക്ഷെ നിങ്ങളെ മൊത്തമുള്ള മാറ്റമാണ് വരും. അപ്പൊ പണം നിങ്ങൾക്ക് വരും. നമ്മൾക്ക് ആദ്യം അദ്ദേഹം പറയുന്നത് നോ വാട്ട് ഇറ്റ് ഈസ് ദാറ്റ് യു വാണ്ട്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് നിങ്ങൾ അറിയുകയാണ് ആദ്യത്തെ ആവശ്യം. അത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. എന്താണ് വേണ്ടത് പലപ്പോഴും നമുക്ക് അതറിയില്ല. നമ്മൾ എളുപ്പമാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ഒരു ഐഡിയ ഇല്ല. എല്ലാം വേണം, കിട്ടില്ല. എല്ലാം വേണമെന്ന് പറഞ്ഞാൽ കിട്ടില്ല. അതായത് നോ വാട്ട് ഇറ്റ് ഈസ് ദാറ്റ് യു വാണ്ട്. നമുക്ക് ഇപ്പൊ ഒരു കോടി ഒരു വർഷം ഉണ്ടാക്കണം, ആവാം. 100 കോടി വേണം, ആവാം. 10,000 കോടി വേണം, ആവാം. അതൊരു വിഷയമല്ല. എവിടെയോ നമ്മുടെ ഉള്ളിൽ ചോദ്യചിഹ്നമായി കിടക്കുന്ന ആ വിജയത്തിന്റെ സൂത്രവാക്യം അത് വിശദമായിട്ട് ഇത് പറഞ്ഞു തരുന്നുണ്ട് ഈ പുസ്തകത്തിൽ. അദ്ദേഹം പറഞ്ഞു, റെഡി എന്നാ വന്നോളുന്നു. റെഡി ആണെങ്കിൽ നമുക്ക് തുടങ്ങാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്താ റെഡി ആവേണ്ടത്? പഠിക്കാൻ. ലേണിംഗ് 3 ഉണ്ടല്ലോ. ലേൺ, അൺലേൺ ആൻഡ് റീലേൺ. പറഞ്ഞ മനസ്സിലായോ? ലേൺ, അൺലേൺ ആൻഡ് റീലേൺ. ഇവിടെ നമ്മളെ കുഴപ്പം പഠിച്ചു പിന്നെ മാറ്റില്ല, അൺലേൺ ഇല്ല, പിന്നെ ഇങ്ങനെ റീലേൺ നടക്കും. ലേൺ എന്ന് പറഞ്ഞാൽ എന്താ? ലേൺ എന്ന് പറഞ്ഞാല് പഠിക്കുക. അൺലേൺ എന്ന് പറഞ്ഞാലോ മറക്കുക, എന്നിട്ട് റീലേൺ, പുതുതായി പഠിക്കുക. അപ്പൊ നമ്മൾ പുതുതായി പഠിക്കാൻ വേണം. ഇല്ലെങ്കിൽ എന്താണെന്ന് പറയുക, നമ്മുടെ ഇതിൽ മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്. എനിക്കെല്ലാം അറിയില്ലേ? അങ്ങനെ ഇരിക്കുന്നവരുണ്ടാവാം നമ്മുടെ കൂട്ടത്തിൽ. എനിക്കെല്ലാം അറിയാം, പിന്നെ എന്തിനാ? ഒരു രസം നോക്കാം. അങ്ങനത്തെ അവരൊന്നും ഇടപെട്ട് വരണ്ട കേട്ടോ. ഞാൻ പറഞ്ഞല്ല, ഞാൻ ഗ്രോറിച്ചിൽ പറയാം. ഒരു തെളിഞ്ഞ പുസ്തകത്താള് പോലെ നമുക്ക് ഇരിക്കാം, എന്നിട്ട് പഠിക്കാം. അതാണ് പറഞ്ഞത്. യു ഹാവ് ടു ബി റെഡി ഫോർ ദാറ്റ്. പക്ഷെ എങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രചോദനം വേണ്ടേ? അത് നിങ്ങൾക്ക് ഉണ്ടാവും. എന്തെങ്കിലും ഒരു വേവലാതി വന്നാൽ മതി, അപ്പൊ നമ്മൾ ഇരിക്കും. അന്നേരം എവിടെ ഇരിക്കും. അദ്ദേഹം പറഞ്ഞത് മനോഹരമായ മറ്റു വാക്യം, all achievement, all earned riches have their beginning in an idea. എല്ലാ വലിയ നേട്ടങ്ങളും എല്ലാ ആർജിത സമ്പത്തുകളും തുടങ്ങിയത് ഒരു ആശയത്തിൽ നിന്നാണ്. നമ്മൾ കണ്ടില്ല, an idea can change your life. ഐഡിയയുടെ പണ്ടത്തെ പരസ്യമല്ലേ? അത് ഉണ്ടാക്കിയ ആള് ഉഷാറാട്ടോ. ഒരാശയത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇതൊരു ആമുഖമായി നമ്മളിത് പറയുന്നു. അതിനുശേഷം വിവിധ ചാപ്റ്ററുകളിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അപ്പൊ അതിനനുസരിച്ച് വിശദമായിട്ട് നമുക്ക് വരുന്ന ദിവസങ്ങളാണ് നമ്മൾ പറയുന്നത്. എങ്കിൽ പോലും അതിന് പ്രധാനപ്പെട്ട ചില ചൂണ്ടുവലകൾ നമ്മളൊന്ന് പറഞ്ഞു പോവാണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോളൂ. അപ്പൊ നമ്മൾ തുടക്കം തന്നെ പറഞ്ഞ വാട്ട് ഡു യു വാണ്ട് ടു മോസ്റ്റ്, എന്താണ് വേണ്ടത്? അതിൽ ആദ്യത്തെ ആമുഖത്തിൽ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് ഒരു 2 കഥകളാണ്. ഒരു സ്വർണത്തിന്റെ 3 അടി അവിടെ വെച്ച് നിർത്തിയ ഒരു മനുഷ്യന്റെ കഥ, ക്ഷമയുടെ 50 സെന്റിന്റെ കഥ. അത് ഞാൻ അടുത്ത പ്രാവശ്യം പറയുന്നുള്ളൂ. 2-ാമത്തെ അധ്യായത്തിൽ നമ്മുടെ ആഗ്രഹങ്ങളെ, ഡിസയറിനെ കുറിച്ചാണ് പറയുന്നത്.
എല്ലാ അച്ചീവ്മെന്റ്സിന്റെയും തുടക്കം ഒരു ഡിസയറാണ്. അതെന്താണെന്നൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട്. മൂന്നാമത്തത് ഏറ്റവും ശക്തമായ അധ്യായം, വിശ്വാസം, ഫെയ്ത്ത്. ഇതൊക്കെ നമ്മൾ മാജിക് ഓഫ് തിങ്കിങ് ബിഗിനും പരാമർശിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ കുറേയും കൂടെ ആഴത്തിലാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് ഇത് 2 ചാപ്റ്റർ ഒന്നും ഒരു ദിവസം എടുക്കാൻ പറ്റില്ല, ഒരു ചാപ്റ്ററേ പറ്റൂ. ഫെയ്ത്ത്. നാലാമത്തത് ഞാൻ പലപ്പോഴും പറഞ്ഞു തന്നിട്ടുള്ളതാണെങ്കിൽ പോലും വായിച്ചപ്പോ പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്തു, ഓട്ടോ സജഷൻ, ആത്മഭാഷണം, സെൽഫ് ടോക്ക്, അതിന് കൊടുക്കുന്ന നിർദ്ദേശം. അപ്പൊ 4ാമത്തെ ചാപ്റ്ററാണ് പറയുന്നത് ഓട്ടോ സജഷൻ. 5ാമത്തെ ചാപ്റ്ററിൽ പറയുന്നത് സ്പെഷ്യലൈസ്ഡ് നോളജ്. അതായത് നോളജ് അല്ല നമുക്ക് വേണ്ടത്, സ്പെഷ്യലൈസ്ഡ് നോളജ് ആണ്. ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ എൻ്റെ ഒരു കഥ പറഞ്ഞാൽ, ഞാൻ മലയാള സാഹിത്യം പഠിച്ചു, ഇംഗ്ലീഷ് സാഹിത്യം പഠിച്ചു, സൈക്കോളജി പഠിച്ചു, പിന്നെ ന്യൂറോ സയൻസിലെത്തുന്നു, ഞാൻ പല സ്ഥലത്ത് പോയി. പക്ഷെ ഇപ്പോഴാണ് ഞാൻ എൻ്റെ സ്പെഷ്യലൈസ്ഡ് നോളജിലേക്ക് വരുന്നത്. ഞാൻ വേറെ ഒരു പുസ്തകത്തിലേക്ക് വായിക്കാറില്ല. ഇംഗ്ലീഷ് സാഹിത്യം അന്നേ വിട്ടു. പകരം ഞാൻ ഈ തലച്ചോറിനെ കുറിച്ചുള്ള പഠനമുള്ള ഏത് മേഖലയിലെ പുസ്തകമായാലും അല്ല ഏത് മേഖലയിലെ എൻ്റെ കോച്ചസിന്റെ ക്ലാസ്സുകളായാലും ഞാൻ മിസ് ചെയ്യാറില്ല. കാരണം ഞാൻ എന്റെ സ്പെഷ്യലൈസ്ഡ് നോളജ്, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സ്പെഷ്യലൈസ്ഡ് നോളജ് വ്യത്യസ്തമായിരിക്കും കേട്ടോ. അതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോ ഡിസയർ പറഞ്ഞു, എന്താണ് വേണ്ടതെന്ന് ആദ്യം പറഞ്ഞതിന് ശേഷം ഡിസയർ, പിന്നെ ഫെയ്ത്ത്, പിന്നെ ഓട്ടോ സജഷൻ. അതിന് വളരെ ഡീറ്റെയിൽ ഓട്ടോ സജഷനൊക്കെ എനിക്കൊന്ന് 2-3 ആഴ്ച വേണ്ടി പറഞ്ഞുതരാൻ വേണ്ടി. അടുത്തതെന്ന് പറയുന്നത് സ്പെഷ്യലൈസ്ഡ് നോളജ് കഴിഞ്ഞാൽ ഇമാജിനേഷൻ ആണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ വർക്ക്ഷോപ്പ് ഓഫ് ദ മൈൻഡ്. മൈൻഡിന്റെ ഒരു വർക്ക്ഷോപ്പാണത്. ഭാവനയുടെ സയൻസ്, ഇമാജിനേഷൻ. ഇവര് മുഴുവൻ ഇമാജിനേഷനിലാണ് എല്ലാം നേടിയത്. ഇന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഇന്റർനെറ്റ് എന്ന് പറയുന്നത് ഒരു ഇമാജിനേഷൻ ആയിരുന്നു. ഇനിയിപ്പോ ഇമാജിനേഷന്റെ ലേറ്റസ്റ്റ് സയൻസിൽ വന്നിരിക്കുന്ന ക്വാണ്ടം ഫിസിക്സ്, വേഗത പോരാ. ക്ലിക്ക് ചെയ്യുമ്പോൾ 100 കണക്കിന് ഇൻഫർമേഷൻ തരുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ചാറ്റ് ജിപിടിയും ജെമിനിയും ഒക്കെ നമ്മൾ അറിയുന്നത് ഒരുപാടല്ലാതെ ഉണ്ട്. ആ ഒരു വലിയ പ്രഭാഷണ പരമ്പരയുടെ ടോപ്പിക് കൊടുത്താൽ ആ പോയിന്റ് അങ്ങനെ വരുന്നു. എത്ര സെക്കൻഡ് എടുക്കുന്നു? ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ്. ഇതിൽ ഇമാജിനേഷനല്ലേ, ഭാവനയല്ലേ? നമ്മളൊരു കൊച്ചു കുഞ്ഞിൽ നിന്ന് വളർന്നു വരുമ്പോൾ നമ്മളെ നയിക്കുന്ന ഒറ്റൊന്ന് ഭാവനയല്ലേ? ഭാവനയുടെ ലോകത്തേക്ക് എങ്ങനെ പോകാം? അതാണ് 6ാമത്തെ അധ്യായം. 7ാമതാണ് ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും നിങ്ങൾ ചെയ്യുകയും ചെയ്യേണ്ടതായ ഓർഗനൈസ്ഡ് പ്ലാനിങ്. നാളെ ഇപ്പോ എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല. ഇതിലൊട്ടനവധി വീട്ടമ്മമാരുണ്ട്. എന്താണ് നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ്? ഒരു ഐഡിയ ഇല്ല. രാവിലെ എഴുന്നേക്കുമ്പോൾ നോക്കും, എന്നാ ഇന്ന് ദോശയാവാം, അല്ലെ ഇന്ന് ഇഡ്ഡലി ആവാം, അല്ലെങ്കിൽ ഇന്ന് ഉപ്മാവാം. സ്കൂൾ ക്ലാസ് റൂമിൽ എത്തിയിട്ടാണ് ആലോചിക്കുന്നത് ഏത് പുസ്തകമാണ് പഠിപ്പിക്കേണ്ടത്. അതിൽ നിന്ന് വ്യത്യസ്തമായി താൻ എന്താണ് ചെയ്യേണ്ടതെന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ എഴുതി വെച്ച് അതുപോലെ പ്രവർത്തിക്കുന്നവരും ഇക്കൂട്ടത്തിലുണ്ട് കേട്ടോ. അവരുടെ വഴികളാണ് ഈ പറയുന്ന ഓർഗനൈസ്ഡ് പ്ലാൻ. എനിക്ക് മറന്നുപോയി എന്നൊക്കെ പറയുന്നത് ഇതില്ലാത്തതുകൊണ്ടാണ്. അതിന് അദ്ദേഹം പറയുന്നൊരു വാക്ക് ദ ക്രിസ്റ്റലൈസേഷൻ ഓഫ് ഡിസയർ ഇൻ ടു ആക്ഷൻ. ഈ നേരത്തെ നമ്മൾ പ്രതിപാദിച്ച ആ ഡിസയറിന്റെ ആ ആഗ്രഹം അതിനൊരു ആക്ഷനിലേക്ക് മാറ്റുന്നതാണ് ഈ പറയുന്ന ഓർഗനൈസ്ഡ് പ്ലാനിങ്. ഇനി 8ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡിസിഷൻ. തീരുമാനം എടുത്താൽ പിന്നെ മാറ്റൂല. എങ്ങനെ നല്ല തീരുമാനം എടുക്കാം? അതിന് അദ്ദേഹം പറയുന്ന പേര് ദ മാസ്റ്ററി ഓഫ് പ്രൊക്രാസ്റ്റിനേഷൻ. മാറ്റിവെക്കൽ ശീലമുള്ളവരല്ലേ പ്രിയപ്പെട്ടവരെ നമ്മൾ? ഒട്ടേറെ പറയാതെ ഞാൻ അങ്ങനെ ആയിരുന്നു. ഇപ്പൊ ഒന്നും മാറ്റിവെക്കാറില്ല. കാരണം എന്നെ കക്കാട് പറഞ്ഞ പോലെ നാളെ ആരെന്നും എന്തെന്നും ആർക്കറിയാം.
അപ്പോ ജീവിത വിജയത്തിന് 7ാമത്തെ സ്റ്റെപ്പ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന ഡിസിഷൻ എന്ന് പറയുന്നത്. അതെങ്ങനെയെന്നൊക്കെ വളരെ വിശദമായിട്ട് നമ്മൾ പഠിക്കും. ഇനി മറ്റൊന്ന് പെർസിസ്റ്റൻസ്. ആ സ്ഥിരമായി അത് ചെയ്യണ്ടേ, ക്ഷമയോടെ. അത് വലിയ കാര്യമാണ് പെർസിസ്റ്റൻസ്. പലരും പകുതിക്ക് നിർത്തിപ്പോകും. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾ എന്തുകൊണ്ടാണ് ഒന്നിച്ചിരിക്കുന്നത്? നമ്മളിവിടെ ഒന്നിച്ചിരിക്കുന്നത് ദ പവർ ഓഫ് ദ മാസ്റ്റർ മൈൻഡ് എന്നാണ്. അതെ, ആ ലോ ഓഫ് സക്സസില് അദ്ദേഹം പറഞ്ഞ ഒരു സെന്റൻസ് എന്താണെന്നറിയോ? If you do not believe in cooperation, look what happens to a wagon that loses a wheel. ഒരു ട്രെയിനിന്റെ വീൽ നഷ്ടപ്പെടുന്ന ഒരു വാഗൺ പോലെയാണ്. നമ്മൾ ഒന്നിച്ചിരിക്കണം. ഈ പുസ്തകം ഞാൻ വായിച്ച് ഞാൻ മാത്രം പഠിച്ചിട്ട് ഞാൻ വലിയ ആളാവാനല്ലേ നമ്മുടെ ലക്ഷ്യം. നമ്മൾ ഒറ്റ കുടുംബമായിട്ട് എങ്ങനെ മുന്നോട്ട്, ദ പവർ ഓഫ് കോപ്പറേഷൻ. ഒരുപക്ഷെ എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഭാഗമാണ് ഈ പറഞ്ഞ ചാപ്റ്റർ. അപ്പൊ നമ്മളെ ഈ ഓരോന്നും കടന്നു പോകുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഈ നമ്മുടെ സ്റ്റെപ്പുകളിലൂടെ വിജയത്തിൽ എത്താൻ പറ്റും. അതാണ് വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നത്. പലർക്കും അത് അറിയില്ല. നേരത്തെ ഞാൻ പറഞ്ഞു, ഓട്ടോ സജഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഇതിന്റെ ഒരു കീ ഫാക്ടർ ആണെന്ന് പറഞ്ഞു. പക്ഷെ പലരും ആ സംഭവത്തെ അറിഞ്ഞോ അറിയാതെ 24 മണിക്കൂർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ? നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല, തങ്ങളുടെ വിജയത്തിന് വേണ്ടിയിട്ടാണോ അല്ല തങ്ങളുടെ പരാജയത്തിന് വേണ്ടിയിട്ടാണോ ഓട്ടോ സജഷൻ? അതാണ് ചോദ്യം. വിജയ പരാജയങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ ഈ ഓട്ടോ സജഷൻ വഴിയാണ്. വളരെ വിശദമായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പ് ഇതിന്റെ എല്ലാം കാതലായ ഒരു സംഭവത്തെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞ ഓട്ടോ സജഷൻ എന്ന് പറയുന്നത്. പിന്നെ ഓർഗനൈസ്ഡ് പ്ലാനിങ്ങും ആക്ഷനും വരുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഇത് വിജയത്തിന്റെ ഏറ്റവും വലിയ ആക്ഷൻ പ്ലാനാണ്. ഞാൻ മുഴുവൻ അധ്യായങ്ങളിലേക്ക് പോകുന്നില്ല, നമ്മുടെ സമയത്തിന്റെ ഒരു കാര്യം കൊണ്ട് നോക്കണമല്ലോ. ഈ പെർസിസ്റ്റൻസും പിന്നെ നമ്മൾ വേണ കൺസിസ്റ്റൻസി പിന്നീട് വരുന്നുണ്ട്. അതായത് നമുക്ക് പലരും കാണുന്നില്ല, ഒരു ഓട്ടം അങ്ങോട്ട്, ഒരു ഓട്ടം ഇങ്ങോട്ട്, ഒരു ഓട്ടം അങ്ങോട്ട്, ഇങ്ങനെ ഒരു വ്യവസ്ഥയില്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും തന്നെ. അതുകൊണ്ട് പറഞ്ഞത് ശാന്തമായി ഇരുന്നിട്ട് എപ്പോഴും ഇത് കുറേ ചാപ്റ്റർ ഒന്നും ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കരുത്. അതിനാവശ്യമായ ചാപ്റ്ററുകൾ മാത്രം നമ്മൾ എടുക്കുന്നു. ഒരു ദിവസം ഒന്നെങ്കിലും വായിക്കുന്നു. പുസ്തകമുള്ള കാര്യമാണ്. ഇല്ലാത്തവർ അത് ആമസോണിൽ അവൈലബിൾ ആണ് കേട്ടോ ഈ പുസ്തകം. പുസ്തകത്തിന്റെ പേര് ഞാൻ പലതവണ പറയുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ നിങ്ങൾ എഴുതിരുന്നുണ്ട്. അപ്പൊ ഇവിടെ പറഞ്ഞ മറ്റൊരു ചാപ്റ്ററായ ഫെയ്ത്ത്, നമുക്ക് അടുത്ത ആഴ്ചത്തേക്ക് ഒരു ടേക്ക് ഓവർ എന്ന നിലയിലാണ് ഇത് ഓർപ്പിച്ച് പറയുന്നത്. അല്ലാണ്ട് 16 ചാപ്റ്റർ പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. അപ്പോ ആ വിശ്വാസത്തിന്റെ ആ ദൃഢത, അതായത് ഡിസയറും ഫെയ്ത്തും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്, വലിയൊരു കണക്ഷൻ ഉണ്ട്. ഫെയ്ത്ത് ഇല്ലാത്ത ഡിസയർ കൊണ്ട് ഒരു കാര്യമില്ല.
അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഞാൻ പറയുന്ന ഓരോ സെന്റൻസും നിങ്ങളുടെ മനസ്സിനുള്ളിൽ കയറണം കേട്ടോ. എന്നിട്ട് വളരെ മനോഹരമായ കുറച്ച് കവിത പോലെ, കവിതയാണെന്ന് തന്നെ പറയാം. അത് പലരും മുമ്പേ എവിടെയൊക്കെയോ ട്രെയിനിങ്ങിലൊക്കെ എഴുതി വെക്കാറൊക്കെ ഉണ്ടെങ്കിൽ ചുമരത്തൊക്കെ എഴുതി വെക്കാട്ടോ. ഇഫ് യു തിങ്ക് യു ആർ ബീറ്റൺ യു ആർ. നിങ്ങൾ തോറ്റു എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അതാണ് നിങ്ങൾ. ഇഫ് യു തിങ്ക് യു ആർ യു ഡെയർ നോട്ട്, യു ഡോണ്ട്. ഞാൻ ഒരിക്കലും ഭയക്കില്ല എന്ന് ചിന്തിച്ചാൽ അതാണ് നിങ്ങൾ. ഇഫ് യു ലൈക്ക് ടു വിൻ, നിങ്ങൾക്ക് വിജയിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ബട്ട് യു തിങ്ക് യു കനോട്ട്, നിനക്കാവില്ല. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് സെർട്ടൻ യു വോണ്ട്, നിങ്ങൾക്കാവില്ല. ഇഫ് യു തിങ്ക് യു വിൽ ലൂസ്, എനിക്ക് നഷ്ടപ്പെടും എന്ന് ചിന്തിക്കുകയാണെങ്കിൽ യു ആർ ലോസ്റ്റ്, നിങ്ങൾക്ക് പോയി. ഫോർ ഔട്ട് ഓഫ് ദ വേൾഡ് വി ഫൈൻഡ് success begins with the fellow's will. It is all in the state of mind. മനോഹരമായത് എല്ലാം നമ്മുടെ മനസ്സിന്റെ ഒരു അവസ്ഥയാണ്. നമ്മുടെ മനസ്സിന്റെ അവസ്ഥയാണ് നമ്മൾ. അതാണ് വിജയം. ഇഫ് യു തിങ്ക് യു ആർ ഔട്ട് ക്ലാസ്ഡ്, ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് ചിന്തിച്ചാൽ അങ്ങനെ തന്നെ യു ആർ. You have got to think high to rise. എനിക്ക് ഇനി ഉയരണം എന്ന് ചിന്തിക്കുകയാണ് അങ്ങനെ. You have got to be sure of yourself. എനിക്ക് എന്നെ കുറിച്ച് അത്രയും വിശ്വാസം ഉണ്ടോ എന്ന് പറയുന്ന ചങ്കുറ്റൂലേ, ബിഫോർ യു ക്യാൻ എവർ വിൻ എ പ്രൈസ്. എന്നെ ആരും അളക്കാൻ വരണ്ട, എനിക്ക് അനന്ത ശക്തിയുണ്ട്. ലൈഫ് ഈസ് ബാറ്റിൽസ്. ജീവിതം ഒരു യുദ്ധങ്ങളാണ്. യുദ്ധ മുന്നണിയിലെ ഓരോ സംഭവ വികാസങ്ങളാണ്. ഡോണ്ട് ഓൾവേസ് ഗോ ടു ദ സ്ട്രോങ്ങർ ഓർ ഫാസ്റ്റർ മാൻ. ശക്തനും വേഗതയുള്ളവനും ഉള്ളതല്ല യുദ്ധവിജയങ്ങൾ അല്ലെ ജീവിത വിജയം. ഞാൻ ആവർത്തിക്കുന്നു, ലൈഫ്സ് ബാറ്റിൽസ് ഡോണ്ട് ഓൾവേസ് ഗോ ടു ദ സ്ട്രോങ്ങർ ഓർ ഫാസ്റ്റർ മാൻ. അതായത് ജീവിതത്തിന്റെ നമ്മുടെ ഈ കിടക്കുന്ന യുദ്ധമുണ്ടല്ലോ, ഇതിന്റെ വിജയം എന്ന് പറയുന്നത് ശക്തവാനോ അല്ലെങ്കിൽ വേഗതയുള്ളവനോ അല്ല. ബട്ട് ആർക്കാണ് സുഹൃത്തുക്കളെ? ബട്ട് സൂൺ ഓർ ലേറ്റ് ദ മാൻ ഹൂ വിൻസ്. ഇൻ ദ മാൻ ഈസ് ദ മാൻ ഹൂ തിങ്സ് ഹി ക്യാൻ. ഇതാരാണ് വിജയിക്കുന്ന? ഒറ്റൊരാൾ. ശക്തനല്ല, വേഗതയുള്ളവനല്ല, അല്ലെ കരുത്തൊന്നും അല്ല. എനിക്കത് പറ്റുമെന്ന് ചിന്തിക്കുന്നവൻ. ഹൂ തിങ്സ് ഹി ക്യാൻ. Who thinks he can. മനോഹരമായ കവിതയാണത്. അല്ലാതെ നമ്മൾ പഠിച്ചു വന്നിരിക്കുന്നത് നല്ല കരുത്തൻ, ശക്തൻ ഒന്നല്ല. എനിക്കത് പറ്റും എന്ന് ഒരുത്താൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്കത് പറ്റും. ഇവിടെയുള്ള 150ഓളം ആൾക്കാര് ഒറ്റ തീരുമാനം എടുക്കുകയാണ്. യെസ് ഐ ക്യാൻ. യെസ് യു ക്യാൻ. ഇന്ന് നിങ്ങൾ ഉറങ്ങുമല്ലേ? കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ നിർത്തിയിട്ട് ഉറങ്ങുമല്ലോ. ആ കിടക്കയിൽ കിടന്നൊരു ചോദ്യം സ്വയം ചോദിക്കുക. നാളെ എഴുന്നേൽക്കുന്ന രമേശൻ വ്യത്യസ്തനായി. എന്റെ ഇന്നത്തെ എല്ലാ കുറവുകളും മാറ്റി എല്ലാം എനിക്ക് നേടാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന അതിശക്തനായ ഒരു രമേശനായിരിക്കണം നാളെ ഉണരേണ്ടത്. ഇത് നിങ്ങളോടാണ് ഞാൻ പറയുന്നത്. അത് പറയണമെങ്കിൽ ഒരു ചങ്കൂറ്റം വേണം. അതാണ് പറയുന്നത്, വിവേകാനന്ദൻ പറഞ്ഞ നിങ്ങളെ ദൗർബല്യത്തെ നിങ്ങൾ നശിപ്പിക്കൂ. നിങ്ങൾ നോക്കി, ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ പറയുന്നതിൽ 90% ആവില്ല, പറ്റില്ല, എന്നെ കൊണ്ട് പറ്റില്ല. വെറുതെ എന്നെ കൊണ്ട് പറ്റും, ഐ ക്യാൻ. ഇതിൽ ബിസിനസ് ചെയ്യുന്നവരുണ്ട്, പ്രൊഫഷണൽസ് ഉണ്ട്, പല മേഖല ആൾക്കാരുണ്ട് ഇത് കേൾക്കാൻ വരുന്നത്. എനിക്ക് പോലും അറിയില്ല ആരൊക്കെ ഉണ്ട്. അവരൊക്കെ ആ മേഖലയിലേക്കൊന്നും ആഴ്ന്നിറങ്ങുക, എന്നിട്ട് ശക്തവാനായി പുറത്തിറങ്ങുക. തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് വായിച്ച പ്രോക്ടർ പറയുന്നൊരു കാര്യമുണ്ട്.
അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഒട്ടേറെ വന്നിട്ടുണ്ട്. അദ്ദേഹം ഇപ്പൊ ബൈബിളൊക്കെ കരുതുന്ന പോലെ, അല്ലെങ്കിൽ ഗീത കരുതുന്ന പോലെ, അല്ലെങ്കിൽ ഖുറാൻ കരുതുന്നത് പോലെ തന്റെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകമാണ് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. അത് ആ പഴയ കോപ്പി തന്നെ ഇപ്പോൾ അദ്ദേഹത്തിന് എടുക്കുന്നു. അദ്ദേഹത്തിന് ഇപ്പൊ അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ എല്ലാ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്ത് മനസ്സിലാക്കും. എന്തിനാണ് ഇത്തരം പ്രചോദിത പുസ്തകങ്ങളുടെ ആവശ്യം? It is to change the state of mind. നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെ ഒന്ന് മാറ്റണമെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മുടെ ബാറ്ററി വീക്കാവും. എന്തിനാ എല്ലാ വ്യാഴാഴ്ചയും പ്രോഗ്രാം വെക്കുന്നത്? ആ റീചാർജിനാ. എല്ലാ ശനിയാഴ്ചയും ഇനി നമ്മള് ട്രെയിനിങ് സീരീസ് ആരംഭിച്ചു കഴിഞ്ഞല്ലോ. കഴിഞ്ഞ ശനിയാഴ്ച, ഈ ആഴ്ചയും തുടരും. ഇത് അവസാനിക്കുന്നില്ല. കാരണം നമ്മൾ എപ്പോഴൊക്കെയോ നമ്മൾ വീഴ്ചകളിൽ എത്തുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ശക്തി കുറഞ്ഞെന്ന് തോന്നുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ലേ? ഇപ്പോഴുണ്ടല്ലോ. അവിടെയൊക്കെ ഒരു പ്രചോദിത പുസ്തകത്തിന്റെ പ്രസക്തിയുണ്ട് പ്രിയപ്പെട്ടവരെ. അത് മേടിച്ച് ഷെൽഫിൽ വെച്ചതുണ്ട് ഒരു കാര്യമില്ല. നിങ്ങളൊക്കെ ഷെൽഫിൽ ഇത്തരം പുസ്തകങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടാവും. അത് പൊടി തട്ടി പുറത്തെടുക്കൂ. ഇല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട്, ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഒരു പുസ്തകം വാങ്ങിക്കൂ. ഇത് വായിക്കുന്നവർ ഒരു വീട്ടമ്മയാണെങ്കിൽ മികച്ച വീട്ടമ്മയാവും. ഒരു ഭർത്താവ് നല്ല ഭർത്താവും. ഒരു വിദ്യാർത്ഥി നല്ലൊരു വിദ്യാർത്ഥിയായും. പരീക്ഷ ഒക്കെ വരികയാണ്. കുട്ടികൾ ആകുലരാണ്, അവരസ്വസ്ഥരാണ്. അവരോടൊക്കെ ഞാൻ പറയുന്നത് ഈ തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിന്റെ തത്വശാസ്ത്രമാണ്. ജീവിതത്തിലെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് എന്റെ മുന്നിൽ പ്രതിസന്ധികൾ മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിച്ച് ജീവിതം അവസാനിപ്പിച്ച എത്രയോ പേരുണ്ടായിരുന്നു ഇവിടെ. അതുകൊണ്ടാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങൾ പരമാവധി ജനങ്ങളിൽ എത്തിക്കും. ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, അതൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടും. അതൊക്കെ പരമാവധി ആൾക്കാരിലെത്തും. നിരാശയിൽ അങ്ങനെ ആഴ്ന്നു കിടക്കുമ്പോൾ ഈ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് ഇങ്ങനെ പുറത്തേക്ക് വരട്ടെ. ബോബ് പ്രോക്ടർ ഇപ്പൊ ജീവനോടെ ഇല്ല, നെപ്പോളിയൻ ഹിൽ ജീവനോടെ ഇല്ല, നോർമൻ വിൽസൺ ഇല്ല. പക്ഷെ ഇവരുടെ പുസ്തകങ്ങൾ, ഡേഷ് വാട്സിപ്പിൽ ഇവരൊക്കെ പുസ്തകങ്ങൾ ആശയങ്ങളായി നമ്മുടെ ഉള്ളിൽ പ്രചോദിതരായി ഇന്നും നമ്മുടെ മുന്നിൽ ജീവിക്കുന്നു. ജീവിത പ്രതിസന്ധി വരുന്ന ഉടനെ ഗാന്ധിജി ഉടനെ ഭഗവത്ഗീത എടുക്കും, എന്നിട്ട് അത് വായിക്കും. അത് നിങ്ങൾ ബൈബിൾ എടുത്താലും അത് ഏത് ഖുറാൻ എടുത്താലും ഒക്കെ ഒന്ന് തന്നെയാണ്. ഈ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എങ്ങനെയാണ് പോകുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതിന് ഒന്നാം ഭാഗം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അത് മുന്നോട്ട് പോകുന്ന സമയത്ത് എന്തൊക്കെയാണ് നമ്മുടെ ഡ്യൂട്ടി? വ്യാഴാഴ്ച വരുമ്പോ കൃത്യമായി പലർക്കും ഓർമ്മ പോലും ഉണ്ടാവില്ല. ഈ വ്യാഴാഴ്ച ഒരു പുസ്തകം കയ്യിൽ വേണം, ഒരു കുറിപ്പെടുക്കുന്ന ഒരു കൊച്ചു പുസ്തകം. അതിൽ നിങ്ങൾ എല്ലാം ഒന്നും എഴുതാൻ പാടില്ല. നിങ്ങളുടെ ഉള്ളിൽ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഉള്ളിൽ ആഴ്ന്നിറങ്ങിയ ഒരാശയം എഴുതുക. ഞാൻ പരപ്പേറി പറഞ്ഞിട്ടുണ്ടാവും. അതിൽ നിന്ന് ഒരാശയം എന്നെടുക്കുക. ഒന്നുകിൽ ഞാൻ നാളെ രാവിലെ എഴുന്നേൽക്കും, ഒരാശയം. അല്ലെങ്കിൽ ഞാൻ നാളെ 2 ലിറ്റർ വെള്ളം കുടിക്കും, പണം വേണ്ട. ഞാൻ നാളെ എൻ്റെ ഭാര്യയെ പുഞ്ചിരിയോടുകൂടി രാവിലെ എഴുന്നേൽക്കുമ്പോൾ നോക്കും. അത് ഭർത്താവിനെ ആവാട്ടാ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു. അല്ലെ തന്റെ കുട്ടി സ്കൂളിൽ പോകാൻ വേണ്ടി വേവിലാതെ എടുക്കും, മകനെ എന്താണ് നിന്റെ പ്രശ്നം? അപ്പൊ അവനവന്റെ പ്രശ്നം, നീ പേടിക്കണ്ട, തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിലേക്ക് ഉത്തരവുണ്ടെന്ന് പറയാം. അപ്പൊ ആ ചങ്ങ ആലോചിക്കുന്നത് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. എന്നെ ഒരു നിരാശാന്യത. ഇത് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന പുസ്തകമാണ്, പക്ഷെ അത് പഠിപ്പിക്കാൻ സമയമില്ല. പക്ഷെ ഞാൻ ട്രെയിനിങ് സീരീസ് കുട്ടികളെ ചെയ്യുമ്പോൾ ഇത് പറഞ്ഞു കൊടുക്കാറ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ എല്ലാം തുടങ്ങുന്നത് ചിന്തകളിലാണ്. കേരളത്തിന്റെയും അതുപോലെ തന്നെ ഇന്ത്യയുടെയും അതോടൊപ്പം വിദേശത്തൊക്കെ ഇരുന്ന ആൾക്കാർ ഇത് കാണുന്നുണ്ടാവുമല്ലോ. അവരുടെ മനസ്സിലേക്ക് ഈ പുസ്തകമല്ല എത്തേണ്ടത്, പുസ്തകത്തിന്റെ ആശയങ്ങളാണ്.
നിങ്ങൾ ആലോചിച്ച് 25 കൊല്ലം 500ഓളം വ്യക്തികളെടുത്ത് വെറുതെ നോക്കിയിട്ടല്ല, അവിടെ പോയി ഇരുന്ന് താമസിച്ച് അവരെ പഠിച്ച് അദ്ദേഹം എഴുതി ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട്. ആൻഡ്രൂ കാർണഗി പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അവിടെ ആരോ ഒരാൾ പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിച്ചു. ഇദ്ദേഹം കുത്തി എന്നിട്ടാണ് ഞാൻ പറഞ്ഞത് അവൻ 25 വർഷം പോയി എന്ന് പറഞ്ഞൂടാ. 25 വർഷം അദ്ദേഹം നമുക്ക് വേണ്ടി ത്യാഗം ചെയ്തു. എന്നിട്ട് ഈ ലോ ഓഫ് സക്സസ് അതൊന്നും മറിച്ചു നോക്കാതെ തലയണ വെക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കല്ലേ പ്രിയപ്പെട്ടവരെ ചെയ്യുന്നത്. ഒരു ശബ്ദം ഇന്ന് ഞാൻ ഒരു പുസ്തകത്തിന്റെ മാജിക് ഓഫ് തിങ്കിങ് വേദം വന്നു ഒരു പേജ് വായിച്ചിട്ട് ഉറങ്ങും. ഇതിന് മാറ്റായിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു യാത്രയിലാണ് നമ്മൾ. ആ യാത്ര വൻ വിജയമാകുമെന്നതിൽ സംശയമില്ല. അടുത്ത ആഴ്ചയാണ് നമ്മൾ തുടങ്ങുന്നത്. നമുക്ക് ചെറിയൊരു ഇന്ററാക്ഷൻസ് കൂടെ ആവുന്നത് സന്തോഷമാവുമെന്ന് വിചാരിക്കുന്നു. നമ്മളിലേക്ക് ഊർജം പകരുന്ന ഈ വാക്കുകൾ എഴുതിയ ആ വലിയ നെപ്പോളിയൻ ഹിൽ എന്ന വ്യക്തിക്ക് ശക്തി കൊടുത്ത പ്രപഞ്ച ശക്തിയെ ഓർമ്മിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പ്രഭാഷണം ഇവിടെ അവസാനിക്കുന്നു. നമുക്ക് ഇനി ചർച്ചകളിലേക്കും ഇന്ററാക്ഷൻസിലേക്കും പോകാം. ഓവർ ടു MC. താങ്ക് യു സർ, താങ്ക് യു. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ വളരെ റിച്ച് ആയിട്ടുള്ളൊരു പുസ്തകമാണ് ഇന്ന് അവലോകനം ചെയ്തിട്ട്. അതിന്റെ ചെറിയൊരു മുഖപുര മാത്രമാണ് ഇന്ന് പറഞ്ഞത്. അടുത്ത വ്യാഴാഴ്ചയാണ് അതിന്റെ അകക്കാമ്പിലേക്ക് ആഴ്ന്നിറങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാവണം. ആർക്കെങ്കിലും ഇതിനെപ്പറ്റിയുള്ള ഒരു അവലോകനം, എന്തെങ്കിലും അഭിപ്രായം പറയണമെങ്കിൽ ഇതൊരു ചർച്ചയുണ്ട്. കുടുംബത്തിൽ ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്യുന്നു. അത്രയും. നിങ്ങൾ വീട്ടിലാണ്. ഇന്നത്തെ ഒരു പ്രോഗ്രാം അതുപോലെ തന്നെ ഈ പുസ്തകത്തെ കുറിച്ചുള്ള എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പങ്കുവെക്കാനുള്ള ഒരു അവസരമാണ്. എല്ലാവരുടെ അഭ്യർത്ഥന എന്നിട്ടേ ഒന്ന് വേദി വിട്ടു പോകാവൂ. കാരണം അതിൽ ചിലപ്പോൾ ഒരു സ്പാർക്ക് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ. കാരണം പലരും എനിക്ക് അറിയില്ല. സർ നമസ്കാരം. രമേശ് സാറിനും എല്ലാ ലീഡേഴ്സിനും എന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. പ്രത്യേകം മിനീഷ് സാറിനോടുള്ള നന്ദി അറിയിക്കുകയാണ്. സാർ, പിന്നെ ഞാൻ ഈ ക്ലാസ് ആദ്യമായിട്ടാണ് കാണുന്നത് സാർ. അത് എന്നെ വളരെയധികം ചിന്തിപ്പിക്കാനിടയായി. നമ്മൾ പലപ്പോഴും സാറ് പറഞ്ഞ ഇന്നത്തെ ക്ലാസ്സിനോടുള്ള ബന്ധത്തിൽ നമുക്ക് പലപ്പോഴും സാധിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ സാധിക്കാൻ ബുദ്ധിമുട്ടാണ്. സാധിക്കില്ല എന്ന് നമുക്ക് ഐ ക്യാൻ ഡു ഇറ്റ്, എനിക്ക് കഴിയും, എനിക്ക് സാധിക്കും, ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വിജയിക്കും എന്നുള്ള ആ ഒരു മൈൻഡ് വന്നു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ ആകും എന്നാണ് സാറിന്റെ ക്ലാസ്സിൽ നിന്ന് മനസ്സിലാക്കിയിരുന്നത്. റൈറ്റ്? തീർച്ചയായും. അതായത് അതൊന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഇപ്പൊ 140 പേര് ഇപ്പൊ ഉണ്ടല്ലോ. ഇവരെല്ലാം വ്യത്യസ്തരാണ്. എല്ലാവരും വ്യത്യസ്തരാണ്. അവർക്കൊക്കെ 100% ഒരേ തത്വശാസ്ത്രം വിജയിക്കും. അതാണ് യു ക്യാൻ ഡു ഇറ്റ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഏറ്റക്കുറച്ചില്ല. ഞാൻ ഒരുപാട് ആലോചിച്ചിട്ടുണ്ട് ഇതിനെ കുറിച്ച്. ഒരുപാട് പുസ്തകങ്ങൾ നോക്കി. പക്ഷെ ആ പ്രോസസ് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നം. ഓക്കെ സാറ് ക്ലാസ് എടുത്തല് നമ്മൾ മോർണിംഗില് നമ്മളൊരു നെഗറ്റീവ് തോട്ട്സ്, നെഗറ്റീവ്സ് ആയിട്ടുള്ളത് എല്ലാം അവോയ്ഡ് ചെയ്യാന്ന് പറഞ്ഞു. അത് എന്നെ വളരെ ക്ലിക്ക് ചെയ്തു സാർ. നമ്മൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സാറിന്റെ ക്ലാസ്സിന് ശേഷമാണ്. ഇപ്പൊ ഒരു സോങ്സ് ആണെങ്കിൽ പോലും ഒരു സാഡ് സോങ്സ് കേൾക്കാൻ പോലും താല്പര്യപ്പെടുന്നില്ല. വളരെ ചിന്തിപ്പിച്ചൊരു കാര്യമാണ് സാറേ. നിങ്ങൾ ആ കറക്റ്റായ പ്രോസസ്സിലായതുകൊണ്ടാണ് റിസൾട്ട് ഉണ്ടാവുന്നത്. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ സാറിന്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നെക്സ്റ്റ്. വൺ സെക്കൻഡ് സാർ. ഈ പുസ്തകം നമ്മള് ഫ്ലിപ്കാർട്ടിൽ ആമസോണിലാണോ കിട്ടുന്നത്? ഓക്കെ താങ്ക് യു. അതെ അതെ, അത് നിങ്ങൾക്ക് ഓരോന്ന് പറഞ്ഞ കാര്യങ്ങള് അത് ഓരോന്ന് പറയുമ്പോഴാണ് അത് ഈ ബുക്കിൽ ഇത്രയും വാല്യൂ ഉള്ളതും വാല്യൂ ഉണ്ടെന്ന് അറിയാം. അത് മനസ്സിലായി. അതാണ് ഞാൻ പറയാൻ കാര്യം. പരിചയപ്പെടുത്തിയത് അത് ഭയങ്കര ഇഷ്ടാണ്. ഭയങ്കര അതെന്താ അതിന്റെ മൂല്യം എന്താണെന്ന് ഞാൻ വല്ലാതെ ഇത് ചെയ്യാണ്.
എക്സൈറ്റ് ചെയ്യണം. പ്രധാനമായിട്ട് ഇതിൽ പറഞ്ഞ ഒരു വാക്ക്, ഒറ്റൊരു വാക്ക് മാത്രം ഞാൻ ഉള്ളിൽ തറച്ചുപോയി. അതായത് ഡിസയറിൽ ഫെയ്ത്ത് ആക്ട് ചെയ്യുമ്പോഴാണ് റിസൾട്ട് വരുന്നത് സാർ. ഇതിനേക്കാളും വലിയ സത്യം എന്താണ്? ഇതിലും വലിയൊരു ഈ സയൻസ് എന്താണ്? എന്നെ വല്ലാതെ ആകർഷിച്ച ഒരു വാക്കാണത്. ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് ഒന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കുറച്ച് അതില് ഞാൻ പറയുന്നത് ഡിസയറിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് അങ്ങനെ പോകുന്നില്ല. ഡിസയറിൽ ഫെയ്ത്ത് ആക്ട് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞത് വളരെ വളരെ സത്യമാണ്. കൂടുതലൊന്നും പറഞ്ഞിട്ട് കളയുന്നില്ല. നമസ്കാരം രാജീവ് പറയൂ. നമസ്കാരം സാർ, ഞാൻ പെരിന്തൽമണ്ണ. രാജീവ് ഓക്കെ പറഞ്ഞു. സാർ മാഷ് ഇപ്പൊ പറഞ്ഞില്ലേ നമ്മളുടെ മനസ്സിന്റെ അവസ്ഥയാണ് നമ്മളെന്നുള്ളത്. ഓക്കെ. ഈ നാട്ടിലൊന്നും നാടകോത്സവം ഇല്ല. തൃശ്ശൂരാ ഉള്ളത് നാടകോത്സവം എന്നാണ് പരിപാടി. അപ്പൊ അത് കഴിയുമ്പോ തന്നെ ഏകദേശം രാത്രി 12 മണിയാവും. എന്നാലും ഞാൻ അങ്ങ് പോവും, തിരിച്ചു വരാൻ പറ്റും എന്നുള്ള വിശ്വാസത്തില്. പക്ഷെ എപ്പോഴും ആ ബസ് അല്ലെങ്കിൽ ഏതെങ്കിലും ട്രെയിൻ കിട്ടുന്നുണ്ട്. അപ്പൊ ആ ഒരു കോയിൻസിഡൻസ് ആണ് സാറിന്റെ ഈ വാക്കുകൾ കേട്ടപ്പോ എനിക്ക് മനസ്സിൽ വരുന്നത്. വലിയൊരു ഫിലോസഫിയാണ് നെപ്പോളിയൻ പറഞ്ഞത്. രക്ഷിക്കട്ടെ എന്ന് പറയുന്നത് സെയിം. അതെ, നമുക്ക് എത്ര രാത്രിയിലാണ് വണ്ടി കിട്ടുന്നത്. പിന്നെ അതേപോലെ ബുക്ക് വായിക്കുന്നതിനെക്കാട്ടിലും എന്തോ ഒരു ജീവനുണ്ട് സാറിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ. നമ്മൾ അല്ലാതെ തന്നെ ഒരു അതിലോട്ടങ്ങ് ആകർഷിച്ചു പോകുന്നുണ്ട്. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. സംസാരിക്കണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ട്? ആരാണ്? മനോജാണ്. പറഞ്ഞോളൂ. ഗുഡ് ഈവനിങ്. വളരെ സന്തോഷം നിറഞ്ഞ ദിവസമാണ് നമുക്ക് വ്യാഴാഴ്ചയും ശനിയാഴ്ചയും. കാരണം വ്യാഴാഴ്ച ദിവസം ലോകത്തെ മാറ്റിമറിച്ച ചില പുസ്തകങ്ങളെ കുറിച്ചാണ് നമ്മുടെ പ്രിയങ്കരനായ രമേശൻ മാസ്റ്റർ നമുക്ക് നല്ല ഒരു എന്താ പറയാ വിഭവസമൃദ്ധമായ ഒരു സദ്യ ഒരുക്കി തരുന്നത്. പലരും ഇത് വാങ്ങിച്ച് ഷെൽഫിൽ വെച്ചിട്ടുണ്ടെന്ന് ഇവിടെ പലരും പറയുന്നുണ്ട്. വായിച്ച ആളുകളുണ്ട്, വായിക്കാത്ത ആളുകളുണ്ട്, വായിക്കാൻ താല്പര്യപ്പെടുന്ന ആളുകളുണ്ട്. പക്ഷേ അത് രമേശൻ മാഷ് അവതരിപ്പിക്കുമ്പോഴാണ് ഇതിന്റെ യഥാർത്ഥ എന്താ പറയാ ഇതിന്റെ ഫീലിങ്സ് നമുക്ക് അനുഭവപ്പെടുന്നുള്ളതാണ്. കഴിഞ്ഞൊരു പുസ്തകത്തെ കുറിച്ച് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് 2-3 ആഴ്ചകളിലൂടെ സംവദിച്ചു നമ്മളായിട്ട്. ശനിയാഴ്ച ദിവസങ്ങളിൽ അദ്ദേഹം നമ്മുടെ ഒരു ലീഡേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം അവതരിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ അദ്ദേഹം സ്വമേധയാ ഇങ്ങോട്ട് വന്ന് പറഞ്ഞ് ചെയ്യുന്നതാണ്, ആരും നിർബന്ധിച്ച് ചെയ്യുന്നതല്ല. ഇതൊന്നും തന്നെ ഒരു പേയ്മെന്റ് കൊടുത്ത് ചെയ്യിപ്പിക്കുന്നതല്ല. സാധാരണ ട്രെയിനേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെ ഒരു വാക്ക് പറയണമെങ്കിൽ അവർക്ക് പേയ്മെന്റ് കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതുകൊണ്ട് എല്ലാവരും നമ്മളെ ബയോട്ടോറിയൻസ് എന്ന് പറയുന്ന നമ്മളെ ഈ കുടുംബാംഗങ്ങൾ വലിയ ലക്ഷ്യവുമായിട്ടാണ് നമ്മൾ ഈ സമൂഹത്തിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഒരു ആരോഗ്യ കേരളത്തെ പടുത്തുയർത്തുക എന്നുള്ളതാണ്. ആരോഗ്യമുള്ള ജനതയാണ് ഞാൻ എപ്പോഴും പറയും പോലെ ഒരു രാജ്യത്തിന്റെ സമ്പത്ത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മള് ഒറ്റക്കെട്ടായിട്ട് ഒരു കുടുംബാംഗങ്ങളെ അറിവ് നൽകുന്ന പ്രോഗ്രാമാണിത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് സ്നേഹത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങളുടെ ടീമിലുള്ള ആളുകളെ പരമാവധി ഈ പ്രോഗ്രാമിലേക്ക് പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഇന്ന് ഒരു 150 പേരെ ഇതിനകത്ത് പങ്കെടുത്തിട്ടുള്ളൂ. നമ്മളെല്ലാവരും ആത്മാർത്ഥമായിട്ട് വിചാരിച്ചാലും 500 പേരെ നമുക്ക് പങ്കെടുപ്പിക്കാൻ വേണ്ടി സാധിക്കും. കാരണം ഒരു പുസ്തകം വാങ്ങി വായിക്കാൻ വളരെ പ്രയാസമുണ്ട്. എന്നാൽ അത് വാങ്ങി വായിക്കുന്നതിനേക്കാൾ ഉപരി വളരെ സിമ്പിളായിട്ട് ആ പുസ്തകത്തിന്റെ സത്ത, അതിന്റെ ജീവൻ നമ്മിലേക്ക് വളരെ ആത്മാർത്ഥമായിട്ട് നമ്മളെ ഹൃദയം തൊടുന്ന രീതിയിൽ വളരെ വ്യക്തമായിട്ട് രമേശൻ സാറ് നമ്മളുടെ ഹൃദയത്തിലേക്ക് പകർത്തി തരുന്നു എന്നുള്ളതാണ്. കേവലം 1 മണിക്കൂറാണ് നമ്മൾ ഇവിടെ ചെലവാക്കേണ്ടത്. ആഴ്ചയിൽ 1 മണിക്കൂർ ചെലവാക്കുമ്പോൾ വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. നമ്മുടെ ടീമിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. നമ്മുടെ ചിന്താഗതിയിൽ മാറ്റങ്ങൾ ഉണ്ടാവും. നമ്മുടെ ചിന്തകളാണ് നമ്മളെ വളർത്തുന്നത്, അല്ലെ? ചിന്തിച്ച് പണക്കാരനാകാൻ, അല്ലെ, ചിന്തിച്ച് സമ്പന്നനാകുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ പുസ്തകത്തിന്റെ തന്നെ ഹെഡിങ് എന്നാണ് എനിക്ക് തോന്നുന്നത്. തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറയുന്നത്. ചിന്തിച്ച് സമ്പന്നരാകുക. നമ്മളാകെ നമ്മുടെ ചിന്തയുടെ ഉൽപ്പന്നമാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർ. ചില സമയത്ത് നമുക്ക് ചിന്തകളിൽ കിട്ടിയ നെഗറ്റീവ് അല്ലെങ്കിൽ മോശമായ കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുത്തപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ തകർച്ച സംഭവിച്ചിട്ടുണ്ടാകുക. ചില അവസരങ്ങൾ, നല്ല അവസരങ്ങൾ വന്നപ്പോഴും നമ്മൾ ചിന്തിച്ച് അതിനെ വേണ്ട രീതിയിൽ സ്വീകരിക്കാൻ തയ്യാറാകാത്തപ്പോഴും നമ്മൾ പരാജയത്തിലേക്ക് പോകും. അപ്പൊ നമ്മുടെ ചിന്തകളുടെ ഉൽപ്പന്നമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും എന്ന് നമ്മുടെ ജീവിതത്തിലൂടെ പഠിച്ചിട്ടുണ്ട്. ഇനിയെങ്കിലും നമ്മൾ അങ്ങോട്ട് തെറ്റുതിരുത്തിയിട്ട് പുതിയ ആവേശത്തോടു കൂടിയിട്ട് പുത്തൻ പ്രതീക്ഷകളുമായിട്ട് നമുക്ക് ആവേശത്തിൽ സഞ്ചരിക്കാൻ വേണ്ടി, പറന്നുയരാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ചിറകുകൾക്ക് ശക്തി നൽകുന്ന, നമ്മുടെ മോഹങ്ങൾക്ക് ആവേശം നൽകുന്ന, പ്രതീക്ഷ നൽകുന്ന രീതിയിൽ
നമ്മുടെ രമേശൻ സാർ നമ്മുടെ കൂടെ കൈപിടിച്ച് ഉയർത്താൻ നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന രമേശൻ സാറിന് കേരള ബയോട്ടോറിയം കമ്മ്യൂണിറ്റിയുടെ പേരുള്ള എല്ലാവിധ പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും ആശംസകളും സ്നേഹവും ബഹുമാനവും ആദരവും ഞാൻ നമ്മുടെ ടീമിന് വേണ്ടി ഇവിടെ അർപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു വെരി മച്ച്. Thanks. Any questions or comments you can ask? ഈ പുസ്തകം ഒരു സാമ്പത്തിക നേട്ടം മാത്രമുള്ളതല്ല, നമ്മുടെ എൻറ്റയർ സക്സസ് ആണ് ഉദ്ദേശിക്കുന്നത്. 7 laws of success ഇപ്പൊ നമ്മള് വലിയ പ്രചാരമാണ്. അതിന്റെ മുമ്പ് വന്ന പുസ്തകമാണ് ലോ ഓഫ് സക്സസ് എന്ന് പറഞ്ഞ പുസ്തകം. സോ നിങ്ങൾ ആ ആംഗിളിൽ തന്നെ ഇതിനെ കാണുക. നിങ്ങൾക്ക് ഏത് അർത്ഥത്തിൽ നിങ്ങൾക്ക് വിജയിക്കാനുണ്ട്. ഇനി ഫോർ കമന്റ്സ് അതർവൈസ് വിളിക്കാൻ വേണ്ടി. സാർ ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് രമേശൻ സാർ, ഞാൻ സുസ്മയാണ് കോട്ടയത്ത് നിന്ന്. പറഞ്ഞോളൂ. പവർ ഓഫ് മാസ്റ്റർ മൈൻഡ്, അതാണ് എന്നെ ഒത്തിരി ആകർഷിച്ച പോയിന്റ്. അത് വളരെ വാസ്തവമാണ്. നമ്മൾ ചിന്തിക്കുന്നതാണ് നമ്മളായിത്തീരുന്നത്. അതിനെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സാറിന്റെ ഈ വലിയൊരു യജ്ഞത്തിന് എല്ലാവിധ ആശംസകളും. എല്ലാവർക്കും അത് പ്രയോജനപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സാർ. തീർച്ചയായിട്ടും. ഏതായാലും ഇതേ മൊമെന്റത്തിൽ കടന്നുറങ്ങുക. തിങ്ക് ഓൾ ദീസ് തിങ്സ് ആൻഡ് ഗെറ്റ് അപ്പ് ആസ് എ entire rich person tomorrow. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് അറിയുക എന്നുള്ളത്. സാർ ഈ ശനിയാഴ്ച ഏതാ ക്ലാസ് എടുക്കുന്നത്? 8 മണിക്ക്. അതൊരു ലീഡർഷിപ്പ് സെഷൻ ആണ്. ഞാനത് പല പുസ്തകങ്ങൾ ബേസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാം. അത് ലീഡർഷിപ്പ് ആണ്. ഇതൊരു ബുക്ക് റിവ്യൂ ആണ്. രണ്ട് വ്യത്യാസം. ഓക്കെ, താങ്ക് യു. ഓക്കെ സർ, മിനിറ്റ്സ്. താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ്. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി, ശുഭനിദ്ര.